ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വയർലെസ് മൈക്കിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇത്രയും കാലം വ്ളോഗ് ചെയ്തത് വയർഡ് മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ആമസോണിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വെലോമാക്സ് S001 എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു റിവ്യൂ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി മറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെലോമാക്സിൻ്റെ ഒരു അടിപൊളി കേസാണ് കേട്ടോ കാണുന്നത്. ബ്ലാക്ക് കളറിലാണ് ഈ ഒരു കേസ് വരുന്നത്. അതുപോലെ തന്നെ ഒരു യെല്ലോ ലൈനും കൂടി കൊടുത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന്. അതുപോലെ തന്നെ ഏകദേശം 1 ഇഞ്ച് സൈസ് വരുന്നുണ്ട് ഇതിൻ്റെ വിഡ്ത്ത്. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് കൊടുത്തിരിക്കുന്നത്. C-ടൈപ്പ് ചാർജിങ് സ്ലോട്ടാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കേസ് തന്നെയാണ്. കാണാനും നല്ല ഭംഗിയുണ്ട് പുറത്തുനിന്ന്. ഇൻസൈഡിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോ കളറാണ് മൊത്തത്തിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് യെല്ലോ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് യെല്ലോ. ഈ ഒരു കേസിന്റെ വേറെ പ്രത്യേകത പറയുകയാണെങ്കിൽ എത്രത്തോളം കേസിന് ചാർജ് ഉണ്ട് എന്നുള്ളത് ഡിജിറ്റലി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 40 മണിക്കൂറോളം നമുക്ക് കേസ് ഉപയോഗിച്ച് നമുക്ക് വ്ളോഗിങ് ചെയ്യാൻ പറ്റും. വിത്തൗട്ട് കേസ് 8 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻസൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റിസീവർ കൊടുത്തിട്ടുണ്ട്. ഈ റിസീവറിന്റെ കണക്റ്റിംഗ് പോർട്ട് വരുന്നത് C-ടൈപ്പ് ആണ്. ഈ ഒരു ഭാഗമാണ് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു C-ടൈപ്പ് ഒരു പോർട്ട് കണക്റ്റിംഗ് പോർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ ചാർജർ കുത്തി കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇതാണ് മൈക്രോഫോൺസ്. നമ്മളെ ബട്ടൺ മൈക്ക് വരുന്നത് 2 ബട്ടൺ മൈക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇത് ചാർജ് ആവുന്നത്. കേസിൽ ഇതിലൂടെയാണ് ഇതിന് ചാർജ് ആവുന്നത്. ഇത് അത്യാവശ്യം നല്ല ചാർജിങ് മറ്റൊക്കെ ആവുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ഇതിന് പ്രത്യേകം 2 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. മാഗ്നറ്റിക് ടൈപ്പായിട്ട് നമുക്ക് നമ്മുടെ ബട്ടണിൽ നമ്മുടെ ഷർട്ടിലും മറ്റൊക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാം. അതുകൂടാതെ നമ്മുടെ ഷർട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ക്ലിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ക്ലാമ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് നമ്മുടെ വ്ളോഗിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്യുവൽ ഫംഗ്ഷനുള്ള ഒരു മൈക്രോഫോണാണ് വെലോമാക്സ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ 2 കേബിൾസ് ഇതിലുണ്ട്. ഈ കേബിൾസ് എന്ന് പറയുന്നത് നമുക്ക് ഈ മൈക്രോഫോൺസ് ഈ കേസിലല്ലാണ്ട് നമുക്ക് എക്സ്റ്റേണലി നമുക്ക് പുറത്തുനിന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. C-ടൈപ്പാണ് ഈ ഒരു ചാർജിങ് കേബിൾ വരുന്നത്. അതുകൂടാതെ ഐഫോൺ യൂസേഴ്സിനുള്ള വേറൊരു ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ C to ലൈറ്റ്നിങ് ഒരു കണക്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു റിസീവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഐഫോണിൽ നമ്മളെ iPhone 15 താഴെയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സംഭവം കൂടി ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു മൈക്രോഫോണിന്റെ വർക്കിംഗ് കണ്ടീഷൻ നോക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ഒരു മൈക്രോഫോണാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അതിന്റെ ക്ലാരിറ്റി കേട്ടാൽ മനസ്സിലാവും. അപ്പം ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു സൈഡിലുള്ള യെല്ലോ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പവർ ഓൺ ആവും. കണ്ടോ, ഇതിപ്പോൾ പവർ ഓൺ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ഇതിന്റെ നോയ്സ് ക്യാൻസലേഷൻ്റെ ബട്ടൺ. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിങ്ങിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയതുകൊണ്ട് ആ സൗണ്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കില്ല. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ഇതിലുള്ളതെന്ന് വെച്ചാൽ ഇത് 2 പ്രാവശ്യം ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മ്യൂട്ടിലോട്ട് പോകും. കേട്ടോ, മ്യൂട്ടിൻ്റെ ബട്ടൺ ഇവിടെ ഓൺ ആണ്. പിന്നെ ഞാനിപ്പോൾ ഈ മൈക്രോഫോണാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നത്. ഈ മൈക്രോഫോണിലാണെങ്കിൽ മ്യൂട്ട് ബട്ടൺ ഓൺ ആണ്. പിന്നെ അതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ബട്ടൺ ഓഫ് ആവും. അതുപോലെ തന്നെ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിവേർബ് മോഡിലോട്ട് വരും. റിവേർബ് മോഡിലോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലിങ്ക് പോലെ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിട്ട് കാണാം. അതായത് റിവേർബ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്കോ ടൈപ്പ് ഒരു സംസാരം നമുക്ക് കേൾക്കാൻ പറ്റും. പാട്ടൊക്കെ പാടുമ്പോഴൊക്കെ എക്കോ ടൈപ്പ് റിവേർബ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ സുഖമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വെലോമാക്സിന്റെ ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത് ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ഒരു 2000 താഴെയുള്ള ബഡ്ജറ്റിൽ നമ്മൾ മൈക്ക് നോക്കുകയാണെങ്കിൽ, അതും ബട്ടൺ മൈക്കൊക്കെ 2000 താഴെയുള്ള ബഡ്ജറ്റിൽ കിട്ടുവാണെങ്കിൽ അത് കുറച്ച് നല്ല കാര്യമാണ്. അതായത് ഹോളി ലാൻഡിന്റെ മൈക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ 15,000 ഒക്കെ അതിന്റെ പൈസ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സാധനമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിത് കിട്ടിയത് 1983 രൂപയ്ക്കാണ് ആമസോണിൽ നിന്ന് കിട്ടിയത്. അത് ഒരു 2183 രൂപയാണ്. 200 രൂപയുടെ ഒരു കൂപ്പണും കൂടി ഉണ്ടായിരുന്നു. അതും കൂടി ആഡ് ചെയ്തിട്ടാണ് 1983 രൂപയ്ക്ക് ഒരു സാധനം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും ആമസോണിൽ പർച്ചേസ് ചെയ്യുക. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളും നോക്കിയിട്ട് ഇതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി എനാബിൾ ചെയ്യുക. താങ്ക് യു.